സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവൻ, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമയിലെ സഭയ്ക്ക്, ആ സഭയിൽ കൂടുതലും ജാതികളിൽ നിന്ന് വന്നവരായിരുന്നു. അത് അപ്പോസ്തലന്മാർ സ്ഥാപിക്കപ്പെട്ട സഭയല്ല. അത് 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവർ കടന്നുപോയി അവിടെ സ്ഥാപിക്കപ്പെട്ട സഭയാണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഈ സഭയിലെ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റോമർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ റോമയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, റോമയിലെ താമസിക്കുന്ന ജനത്തോടുള്ള ബന്ധത്തിൽ ഈ ലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന ഈ വാക്യത്തിന് വളരെ അർത്ഥമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. കാരണം യേശുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ വിധിച്ചത് റോമ സർക്കാരാണ്. അത് യഹൂദന്മാരുടെ ആഗ്രഹപ്രകാരമായിരുന്നു. ഒരിക്കൽ കൂടി ദൈവികമായ ഒരു ആലോചനയായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും ഒരു ഗലീലക്കാരനായ യഹൂദനെ കൊള്ളക്കാരെ പോലെ വിധിക്കപ്പെട്ടു ക്രൂശിൽ തറച്ച് കൊന്നു. ആ ക്രിസ്തുവിനെ അഥവാ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഗവൺമെന്റ് കുറ്റവാളി എന്ന് വിധിച്ച് ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ഗവൺമെന്റിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. റോമയിലെ ഗവൺമെന്റിനോട്, അവിടുത്തെ ആളുകളോട് പറയുകയാണ്. ആ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അടുത്തത് വായിക്കുന്നു. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് പറഞ്ഞാൽ ജാതികൾക്കും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ദൈവശക്തിയുടെ വ്യാപാരം രുചിച്ചറിഞ്ഞവൻ പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, പക്ഷെങ്കിൽ അത് ദൈവശക്തിയാകുന്നു എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. നോക്കിയാട്ടെ, ഇവിടെ ആദ്യം യഹൂദന് പിന്നെ യവനന്, വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവശക്തിയാകുന്നു. അപ്പോൾ സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു കൃപയാണ് ദൈവശക്തി. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഞാൻ യഹൂദനായിരുന്നു, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണം ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചവനാണ്, പരീശനിൽ നിന്നുള്ള പരീശനാണ് ഞാൻ. എൻ്റെ ജനത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആ തീഷ്ണത കൊണ്ട് ഈ പുതിയ മാർഗം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി കൊല്ലുവാനും നശിപ്പിക്കുവാനും ഞാൻ കുതിരപ്പുറത്ത് കയറി എന്നോട് കൂടെയുള്ള ആളുകളോട് ചേർന്ന് മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ദമസ്കോസിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ മേൽ ചുറ്റുമിന്തിയ ഒരു വെളിച്ചം, അതിൻ്റെ മേൽ മുഴങ്ങിക്കേട്ട ഒരു ദൈവശബ്ദം, ആ ശക്തിയാൽ താഴെ വീഴുകയും ആ ശക്തിയാൽ പിടിക്കപ്പെടുകയും ആ ശക്തിയാൽ എനിക്ക് രൂപാന്തരം വരുത്തുകയും ചെയ്ത ആ ദൈവശക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സുവിശേഷ ഘോഷണത്തിലൂടെ ദൈവശക്തിയാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളോട് ചോദിച്ചാൽ പറയും, ഇത് മാനുഷികമായി നടന്ന ഒരു പരിവർത്തനമല്ല, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. അതിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് ഈ രൂപാന്തരം വരുത്തിയത്. ശൗലിന്റെ മേൽ വരുത്തിയ രൂപാന്തരം അതൊരു വ്യക്തിയാൽ സംഭവിച്ചതല്ല, യേശുവിന്റെ ശിഷ്യന്മാരാൽ സംഭവിച്ചതല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ ശക്തിയാലുള്ള രൂപാന്തരമായിരുന്നു. അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തി തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ
പ്രത്യേകം ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. രക്ഷ അഥവാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം എന്നാണ്, അഥവാ ബോൺ അഗെയിൻ എന്നാണ് അതിന്റെ അർത്ഥം നമുക്കറിയാം. എന്നാൽ ഈ ഗ്രീക്ക് ഭാഷയിൽ ഞാൻ ആ ഭാഗം വിസ്തരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. രക്ഷ എന്ന വാക്കിന്റെ മൂല അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വിടുതൽ എന്നാണ്. വിടുതൽ. എന്തിൽ നിന്നുള്ള വിടുതൽ? ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുക, വിടുതൽ പ്രാപിക്കുക, അതാണ് രക്ഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ദുഷ്ടതയിൽ നിന്നുള്ള വിടുതൽ, പിശാചിന്റെ സകല ശക്തിയിൽ നിന്നുമുള്ള വിടുതൽ, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, പാരമ്പര്യമായി അടക്കി വാണിരുന്ന പിതാക്കന്മാരുടെ പകർന്നു വന്ന ശാപങ്ങൾ യേശു ക്രിസ്തുവിലൂടെ അതിൽ വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. കാരണം യേശു എന്റെ ശാപങ്ങൾക്ക് വേണ്ടിയുമാണ് മരിച്ചത്. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ ശാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. കുരിശിൽ മരിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു എനിക്ക് പകരമായി ശാപമായി തീർന്നു. ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, നിന്റെ മേൽ വാണിരുന്ന പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരണത്തിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. നിന്റെ മേൽ വാണിരുന്ന തലമുറയായി കൈമാറി വന്നിരുന്ന നിന്റെ മേൽ വാണിരുന്ന ശാപത്തിൽ നിന്ന് നിനക്ക് വിടുതൽ രക്ഷ കിട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തത് നാം വായിക്കുമ്പോൾ അവിടെ സൗഖ്യം, ഹല്ലേലൂയ, മനസ്സിന്റെ ശുദ്ധി, ഹല്ലേലൂയ. അത് കൂടാതെ ആത്മാവിന്റെ വിടുതൽ മാത്രമല്ല, നമ്മുടെ മുഴു ശരീരത്തിന്റെയും വിടുതലാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിന്റെ മരണത്തിൽ എന്റെ പാപത്തിന് പരിഹാരം മാത്രമല്ല സംഭവിക്കുന്നത്, ശാപങ്ങൾക്ക് വിടുതൽ മാത്രമല്ല സംഭവിക്കുന്നത്, എന്റെ മുഴു ശരീരത്തിനുമുള്ള വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. അതൊരു ശക്തിയുടെ വ്യാപാരമാണ് ദൈവപൈതലേ. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്ന് വിശ്വസിക്കുന്ന ദൈവപൈതൽ, അങ്ങനെ വിശ്വസിച്ച ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർ, അവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയാണ് അവരെ ഒരു പുതുമനുഷ്യനാക്കി മാറ്റുന്നത്. അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു, അവരുടെ നടപ്പിന് വ്യത്യാസം വരുന്നു, അവരുടെ സംസാരത്തിന് വ്യത്യാസം വരുന്നു, അവരുടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് വ്യത്യാസം വരുന്നു. ഒരാകമാനം ഒരു പുതുക്കം സംഭവിക്കുകയാണ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:17 പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഇതേത് ശക്തിയാണ്? സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ശക്തി. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന സുവിശേഷത്തിന്റെ ശക്തി, ലോകത്തിന്റെ സംസ്കാരത്തിന് തന്നെ മാറ്റം വരുത്തി ലോകത്തിന്റെ തന്നെ നന്മകളിലേക്കും ഉയർച്ചയിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും നന്മയിലേക്കും നടത്തുവാൻ കഴിഞ്ഞ സുവിശേഷത്തിന്റെ ശക്തി, അതേതെല്ലാം രാജ്യങ്ങളിൽ വ്യാപരിച്ചുവോ അവിടെയെല്ലാം ഈ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. ഏത് കുടുംബത്തിൽ ഇത് വ്യാപരിച്ചുവോ, ഏത് വ്യക്തിയിൽ ഇത് വ്യാപരിച്ചുവോ, ഏത് പട്ടണത്തിൽ ഇത് വ്യാപരിച്ചുവോ, അവിടെ ഈ സുവിശേഷത്തിന്റെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ഇത് വെളിപ്പെടുത്ത അനുഭവിച്ച അതേ വ്യത്യാസം വന്ന ശൗൽ പണ്ട് എന്തായിരുന്നു, ഇപ്പോഴോ ശൗൽ ആരാണ്, ആ വ്യത്യാസം തന്റെ ജീവിതത്തിലൂടെ താനത് വെളിപ്പെടുത്തുകയാണ്. അതെ, ഇതൊരു ശക്തിയാണ്. ഇതൊരു ശക്തി, ഇതിൽ മേലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ റോമായിലെ സഭയെ നീ ലജ്ജിക്കണ്ട. ശക്തന്മാരായ ഭരണകൂടമാണ് അവിടുത്തത്. അവിടെ അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യത്തിന്റെ തലസ്ഥാനമാണത്. അവിടെ മഹാനായ ചക്രവർത്തിയുണ്ട്, ശക്തനാണ്. എന്നാൽ അതിലൊക്കെയും ഉപരിയായി ശക്തിയുള്ള ദൈവത്തിന്റെ വചനം, സുവിശേഷം. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്, അതാണ് സുവിശേഷം. അവിടെയാണ് ശക്തി വ്യാപരിക്കുന്നത്. യേശുവിന്റെ നാമത്തിലുള്ള ശക്തി, വിടുതൽ, സൗഖ്യം, ഇത് പ്രസംഗിക്കുന്നിടത്ത് വ്യാപരിക്കും. ഇത് കേൾക്കുന്നവരിൽ വ്യാപരിക്കും. കേട്ട് വിശ്വസിക്കുന്നവരിൽ ഇത് വ്യാപരിക്കും. ഈ ശക്തി ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളിൽ ഈ ദൈവശക്തിയുടെ വ്യാപാരം ഇപ്പോൾ നടക്കുകയാണ്. ദുഷ്ട ശക്തികൾ വിട്ടുപോകുകയാണ്. അന്ധകാര വ്യാപാരങ്ങൾ ഈ നാമത്തിൽ വിട്ടുപോകുകയാണ്. രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. ദൈവകൃപയുടെ വ്യാപാരം ഇപ്പോൾ അയക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രക്ഷ എൻ്റെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, എൻ്റെ മുഴു ശരീരത്തിന്റെയും രക്ഷയാണ് യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം എടുത്ത് വായിക്കുമ്പോൾ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ശക്തി ആത്മാവിന്റെ വിടുതൽ മാത്രമല്ല, നിത്യ തീപ്പൊയ്കയിൽ നിന്ന് ഉള്ള വിടുതൽ മാത്രമല്ല, ആ സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, അതിനെ ദിവ്യശക്തിയാൽ ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളതൊക്കെയും ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ കുറിച്ചുള്ള സകല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്ന ഒരു രക്ഷകനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ആവശ്യങ്ങളുടെ മേലും കടന്നു ചെന്ന് പിതാവിനോടെന്ന പോലെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുന്നുവെങ്കിൽ, നമ്മുടെ വിഷയങ്ങളിൽ മനസ്സലിഞ്ഞ് കരം നീട്ടി അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഈ പ്രകാരമുള്ള പ്രയാസത്തിലൂടെ, വിഷമത്തിലൂടെ, ആവശ്യബോധത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദിവ്യശക്തിയാൽ ഇന്ന് വലിയ വിടുതൽ നടക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പിതാവ് തൻ്റെ മകന് പ്രായപൂർത്തിയായി ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ് തനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്തു, തൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ഈ മകൻ അത് സർപ്രൈസ് ആയിട്ട് ഈ ഗിഫ്റ്റ് കിട്ടി. ഈ കാറിൻ്റെ കീ കിട്ടിയപ്പോൾ താൻ സന്തോഷത്തോടെ ആ പിതാവിനെ കെട്ടിപ്പിടിച്ച് താങ്ക് യു ഡാഡി, താങ്ക് യു എന്ന് പറഞ്ഞ് ആ കാർ സന്തോഷത്തോടെ ഓടിച്ചു കൊണ്ടുപോയി. ആ പിതാവിൻ്റെ ഹൃദയം വളരെ സന്തോഷിപ്പാനിടയായി. എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഈ പിതാവ് കൊടുത്ത ഈ ഗിഫ്റ്റ് ഈ മകൻ അതിൽ നിന്ന് കുറ്റങ്ങളെ കണ്ടുപിടിച്ച് അതിൻ്റെ കുറവുകളെ നിരത്തി പറഞ്ഞ് ആ പിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, ആ പിതാവ്, ദാനം കൊടുത്ത പിതാവ് എത്രമാത്രം ദുഃഖിക്കും. നമ്മിൽ പലരും അങ്ങനെയാ. നമുക്ക് തന്ന ജീവിതത്തെക്കുറിച്ച് നമുക്ക് അത് കുറ്റപ്പെടുത്തലാണ്. നമുക്ക് തന്ന ഓരോ കാര്യങ്ങളെയും കുറിച്ച് ദാനം തന്ന ആ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന
പിറുപിറുക്കുന്ന സ്വഭാവമുള്ള മക്കളായി നാം ആയിരിക്കരുത്. നമ്മോട് സ്നേഹമുള്ള ഒരു പിതാവാണ് നമ്മുടെ കൂടെയുള്ളത്. നാം കേട്ട സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും മുന്നമേ കരുതിയിരിക്കുകയാണ്. നമ്മുടെ ഭാവി അവൻ നേരത്തെ കരുതിയിരിക്കുകയാണ്, ഒരുക്കിയിരിക്കുകയാണ്. നമ്മെക്കുറിച്ചുള്ള വലിയ ഉദ്ദേശം അത് പൂർത്തീകരണത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം തരുന്ന സകലതും, അത് ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, നന്മ സ്വീകരിച്ചവൻ തിന്മയും ഹല്ലേലൂയ അത് തന്നവനെ നാം തള്ളിപ്പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ചില പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നത് നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ പുതിയത് പഠിപ്പിക്കുവാനും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാനും അത് ഇടയാക്കേണ്ടതിനത്രേ. ദൈവത്തിന്റെ സാമീപ്യം നാം മനസ്സിലാക്കേണ്ടതിനത്രേ. ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം നാം മനസ്സിലാക്കേണ്ടതിനത്രേ. പലപ്പോഴും ഈ ലോകയാത്രയിൽ പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുവാൻ ഇടവരുമ്പോൾ പിറുപിറുക്കരുത്, ദൈവത്തെ സ്തുതിക്കണം. ഇതിന്റെ മധ്യത്തിൽ ദൈവം എന്നെ സൂക്ഷിക്കും, ദൈവം എന്നെ പഠിപ്പിക്കുന്ന പാഠമാണിത് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. അവിടെയും ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവവേദനയെ കടലിന്റെ നടുവിൽ തണ്ടുവലിച്ചു കുഴഞ്ഞ യേശുവിന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിലവിളിച്ച മരിച്ചു പോകും, നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ അവിടെ വെളിപ്പെട്ടു വരുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, അവിടുത്തെ ശക്തി അവിടെ വ്യാപരിപ്പിച്ച അവരെ എവിടേക്ക് പോകുവാൻ പറഞ്ഞു വിട്ടോ ആ സ്ഥലത്ത് അവരെ എത്തിച്ച ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളെ വിളിച്ചിറക്കി, നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം അത് നിങ്ങളെ നശിപ്പിച്ചു കളയുകയല്ല, അത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുകയല്ല, നിങ്ങളുടെ യാത്രയിൽ തകർത്ത് കളയുകയല്ല. ദൈവം നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അത് അനുഭവിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന്റെ ലേഖനം ഞാൻ വായിച്ച 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അതേ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടുകാളികളാകുവാൻ ഇടവരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ വിളിച്ചു വേർതിരിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന ഒരു ദിവ്യ ശക്തി അത് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു? പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. എന്താണ് ഈ പുതുക്കം? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരുന്ന ഒരു വലിയ മാറ്റം ആ ശക്തിയാൽ അവിടെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവവേദനയിലെ യേശുവിനെ രക്ഷിതാവും കർത്താവും എന്ന് സ്വീകരിച്ച, യേശുവിന്റെ ക്രൂശ് മരണം എന്റെ പാപത്തിന് പരിഹാരത്തിനായിരുന്നുവെന്ന് വിശ്വസിച്ച ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവവേദനയിലെ ആ സുവിശേഷം, നീ കേട്ട സുവിശേഷത്താൽ വ്യാപരിക്കുന്ന ഒരു ദിവ്യ ശക്തി ശൗലിനെ പൗലോസാക്കി മാറ്റിയെങ്കിൽ, ഉപദ്രവിച്ചവനെ ദൈവസഭയെ സ്നേഹിക്കുന്നവനാക്കി മാറ്റിയെങ്കിൽ, നശിപ്പിക്കുവാൻ നടന്നവനെ അതേ ദൈവത്തിന്റെ സഭയെ പണിയുവാൻ തിരഞ്ഞെടുത്ത് മാറ്റത്തിൽ വരുത്തി ദിവ്യ സ്വഭാവത്തിന് അവകാശികളാക്കി മാറ്റിയെങ്കിൽ, മീൻ പിടിച്ച് നടന്നവരെ കർത്താവിന്റെ അപ്പോസ്തോലന്മാരാക്കി മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ, ചുങ്കം പിരിച്ച് നടന്നവനെ കർത്താവിന്റെ അപ്പോസ്തോലനാക്കി മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ, ഓ എന്നെയും നിങ്ങളെയും മാറ്റുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ സുവിശേഷം, ക്രിസ്തുവിന്റെ സുവിശേഷം. അതിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാകണം.
രൂപാന്തരം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് മനസ്സിനും ശരീരത്തിനും അതെ മാറ്റം സംഭവിക്കട്ടെ, പ്രവർത്തികൾക്ക് മാറ്റം സംഭവിക്കട്ടെ, സംസാരത്തിന് മാറ്റം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അതെ, നമ്മുടെ നോട്ടത്തിന് മാറ്റം വരട്ടെ, നമ്മുടെ കാഴ്ചകൾക്ക് മാറ്റം വരട്ടെ, നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരട്ടെ. സുവിശേഷത്തിന്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന ആ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം തരുന്ന സകലത്തിനും നന്ദി പറയുന്നവരായി, അത് കഷ്ടമാകട്ടെ, സങ്കടമാകട്ടെ, അത് നന്മയാകട്ടെ, ഉയർച്ചയാകട്ടെ, എല്ലാത്തിനും സ്തോത്രം പറയുന്നവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവേദനോടുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുകയാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് അത് വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. അത് ഇവിടെ വായിക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നിർണയം അഥവാ ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. നാം ആരാണ്? ലോകത്തിൽ നിന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ച ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് രൂപാന്തരം വരുത്തി നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ സകലത്തിനും വ്യത്യാസം വരുത്തിയെങ്കിൽ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ യേശുവിനെ നെഞ്ചോട് ചാരിയിരുന്നവൻ, 1-ാം ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമാണ് ഞങ്ങൾ ഇവിടെ എഴുതുന്നത്. അങ്ങനെ എഴുതിയ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഒരിക്കല് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറയുന്നത് ഏക സത്യദൈവമായ പിതാവിനെയും അവൻ അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ, പിതാവായ ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുക, അറിയേണ്ടവണ്ണം അറിയുക. ലോകം അറിയുന്നത് പോലെയല്ല, അവനെ അറിയേണ്ടവണ്ണം അറിയുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം. എന്റെ യേശുവിന്റെ ക്രൂശ് മരണത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അതേ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയണം. യേശുവിനെ ഈ ലോകത്തിൽ അയച്ചതുകൊണ്ട് പിതാവിന്റെ സ്നേഹത്തെ നാം അറിയണം. ആ ദിവ്യ ശക്തി, അതിന്മേൽ വ്യാപരിക്കുന്ന ദിവ്യ ശക്തിയെ നാം അറിയണം. അത് നമ്മെ ജയജീവിതം ചെയ്യുവാൻ, പിശാചിനെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, ലോകം മോഹങ്ങളെ ജയിക്കുവാൻ നമ്മുടെ മേൽ പകരപ്പെടുന്ന ദിവ്യ ശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ ഈ സുവിശേഷത്തിനകത്ത് ശക്തി അതെന്താണെന്നറിയാമോ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യമായ സകല കൃപകളും ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു വാഗ്ദത്തം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി! എത്ര ശ്രേഷ്ഠകരമാണ് ഈ സുവിശേഷത്താൽ സംഭവിക്കുന്ന അതേ ആ രൂപാന്തരം! എത്ര ശ്രേഷ്ഠമാണ് ഈ സുവിശേഷത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പുതിയ അനുഭവം എന്ന് പറയുന്നത്! അവന്റെ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ട അവകാശികളാക്കി മാറ്റുന്നു.
എന്റെ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട് പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് നിത്യ നരകത്തിന് അവകാശിയായിരുന്ന എന്റെ പഴയകാല ജീവിതത്തിൽ നിന്ന് അവൻ എന്നെ കരം പിടിച്ച് കയർത്തി പാറമേൽ നിർത്തി. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി എന്റെ വായിൽ ഇപ്പോൾ പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. എത്ര ശ്രേഷ്ഠകരമായ ഒരു മാറ്റമാണ് ഈ ശക്തിയാൽ വ്യാപരിക്കുന്നത്. ആരും ദൈവത്തിന് അത് വ്യത്യാസമൊന്നുമില്ല. അത് യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതിയാകട്ടെ, വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്കറിയാവുന്നതാ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അത് അനുഭവിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് വിശ്വസിക്കാത്തവർക്ക്, നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാ. റോമായിലെ വിശ്വാസികളോട് പറയുമ്പോൾ ആ സർക്കാർ, ആ ഗവൺമെന്റ് കുറ്റവാളിയായിട്ട് വിധിച്ച് ഏറ്റവും ഹീനമായ ശിക്ഷ കൊടുത്ത് ക്രൂശിൽ തറച്ച് മരിച്ച് കൊന്ന ഒരുവനെ കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ആ കർത്താവ് ക്രൂശിൽ മരിച്ചുവെങ്കിൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. മരണപാശങ്ങൾക്ക് അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. ആ മരിച്ചവനെ, യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ അതേ ശക്തി, അതേ ആത്മശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവനോടുകൂടെ ഉയർപ്പിക്കും. എന്ത് വ്യത്യാസമാണ് അവിടെ വരുന്നത്! ആ ശക്തിയുടെ വ്യാപാരമാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. അതെ, വിശ്വസിക്കാത്തവർക്ക് അത് ഭോഷത്വമാണ്. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു, ദൈവശക്തിയാകുന്നു, ദൈവശക്തിയാകുന്നു. ഹല്ലേലൂയ. വീണ്ടും അതേ അധ്യായത്തിന്റെ തന്നെ 23-ാമത്തെ വാക്യം അവിടെ പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമീൻ. അതിനകത്തൊരു ശക്തിയുണ്ട് ദൈവമല്ലേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്നവന് ദൈവശക്തിയാ. ഞങ്ങളോ, യഹൂദന്മാർ എന്താ അന്വേഷിക്കുന്നത്? അടയാളം ചോദിക്കുന്നു. യവനന്മാർ, അതേ ജാതികൾ, പരിജ്ഞാനമുണ്ടെന്ന് പറയുന്നവർ, അവർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അനേകരെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവവേദലേ, നിന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, നിന്റെ മനസ്സ് രൂപാന്തരപ്പെടട്ടെ, നിന്റെ ശരീരത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു രൂപാന്തരം സംഭവിക്കട്ടെ, സ്വഭാവത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ജാതികൾക്ക് ഭോഷത്വമാണ്. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. എങ്കിലും ആരും ആയിക്കൊള്ളട്ടെ, യഹൂദനാകട്ടെ യവനനാകട്ടെ, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ വിളിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഒരു ദൈവ പൈതലിന്റെ പ്രാഗൽഭ്യമാണ്. അത് വെറുതെ പറയുന്നതല്ല, അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിതവും ഇന്നത്തെ നമ്മുടെ അനുഭവവും ജീവിതവും നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നു, ഇതെങ്ങനെ വന്നു? ഞാൻ കേട്ട വിശ്വസിച്ച ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വ്യാപരിച്ച ദിവ്യശക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശക്തി, ആ പരിജ്ഞാനമാണ് എന്നെ ഈ പ്രകാരമാക്കി തീർത്തത്, എന്നെ ഈ വിധത്തിൽ ആക്കി തീർത്തത്. ആ പരിജ്ഞാനമാണ്, ആ ദിവ്യശക്തിയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ആ വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ കൃപ വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മെ വിളിച്ച
ആ വേർതിരിച്ച ദൈവത്തിൽ വ്യാപരിക്കുന്ന, സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയവൻ, സഭയെ മുടിച്ചവൻ, സഭയെ പണിയുന്നവനാക്കി തീർത്തു. ഹല്ലേലൂയ. സഭയിലുള്ളവരെ കഷ്ടപ്പെടുത്തിയവൻ സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാക്കി തീർത്തു. അല്ലെങ്കിൽ എത്ര ശ്രേഷ്ഠകരമാണ് ഈ ക്രിസ്തീയ ജീവിതം, ഈ സുവിശേഷത്തിന്റെ ശക്തി, ഈ സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ദൈവിക പരിജ്ഞാനം. ഹല്ലേലൂയ. അത് അനുഭവിച്ചറിയുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച കുറിവാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അത് ദൈവശക്തിയാകുന്നു. 17-ാം വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി. അതിൽ ദൈവത്തിന്റെ നീതി, ഈ സുവിശേഷത്തിനകത്തൊരു ദൈവനീതിയുണ്ട്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അടുത്ത പഴയ നിയമത്തിൽ ഹബക്കൂക്ക് 2:4 നിന്നൊരു വാക്യം എടുത്ത് കോട്ട് ചെയ്ത് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ നിയമത്തിൽ 3 ഭാഗത്താണ് ഈ വാക്യം കോട്ട് ചെയ്തിരിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വാക്യം ഒന്നാമത് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്താ, ഈ നമ്മൾ വായിച്ച വാക്യം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ, രക്ഷിക്കപ്പെടുന്നവരോടുള്ള ബന്ധത്തിൽ, രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ് ഇതിവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പ്രവൃത്തികളാലുള്ള ഒരു രക്ഷയല്ല. പ്രവൃത്തി അത് യാതൊന്നിനും പ്രയോജനപ്പെട്ടില്ല. എന്നാൽ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ രക്ഷിക്കപ്പെട്ട ആ രക്ഷയുടെ അനുഭവം അത് വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കുകയാണ്. പ്രവൃത്തിയാലല്ല വ്യാപിച്ചിരിക്കുന്നത്, അത് വിശ്വാസത്താൽ പ്രാപിച്ചു. രക്ഷയോടുള്ള ബന്ധത്തിലാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വിശ്വാസത്താലാണ്, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നാം ശുദ്ധീകരിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടത്. അത് പിതാവായ ദൈവമാണ് നമ്മെ നീതീകരിച്ചത്. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. നീതീകരിക്കുന്നവൻ ദൈവമാണ്. അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള വിശ്വാസത്താലാണ് ആ നീതീകരണം ലഭിച്ചത്. കാരണം എനിക്കുള്ള ശിക്ഷ എന്റെ യേശു ഏറ്റെടുത്തു, എന്റെ ശാപങ്ങള് യേശു ഏറ്റെടുത്തു, എന്റെ രോഗങ്ങള് യേശു സൗഖ്യമാക്കി. ഇപ്പോൾ എനിക്ക് ശിക്ഷയല്ല, എനിക്ക് രക്ഷയാണുള്ളത്, എനിക്ക് പ്രതിഫലമാണുള്ളത്, എനിക്ക് അനുഗ്രഹമാണുള്ളത്, എനിക്ക് വിടുതലാണുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷത്താൽ വ്യാപരിക്കുന്ന ദിവ്യ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ച് നമുക്ക് വിടുതൽ തരികയാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇവിടെ ഈ റോമാലേഖനം 3:24 തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ക്രിസ്തുയേശു മൂലമുള്ള ഒരു വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒന്നാമത്തെ ഭാഗം. 2-ാം ഭാഗം നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. അത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ എടുത്തിട്ട് അത് വിശ്വാസികളെ താരതമ്യം ചെയ്ത് അവിടെ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം, ഹല്ലേലൂയ, എന്താണ്? കാണാതെ വിശ്വസിച്ചു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവീൻ എന്ന് പറഞ്ഞപ്പോൾ തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് ദൈവം തനിക്ക് വേണ്ടി വെച്ചിരുന്ന വിശ്വാസത്താൽ താൻ ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ശക്തിയിൽ നമുക്ക് സംഭവിക്കുന്ന മാറ്റമാണ് നാം പഴയതെല്ലാം കളഞ്ഞിട്ട് നാം അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതേ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, പിൻപിലുള്ളതെല്ലാം മറന്ന്, പിൻപിലുള്ളതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി അബ്രഹാം ചെയ്തതുപോലെ വിശ്വാസത്താൽ സുവിശേഷത്താൽ വ്യാപരിച്ച ദൈവശക്തിയാൽ,
ഹല്ലേലൂയ. പഴയതെല്ലാം വേണ്ട എന്ന് വെച്ച് മുൻപിൽ ഒരുക്കിയിരിക്കുന്ന പരമവിളിയുടെ ലാക്കിലേക്ക് അതെ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ വിശ്വാസത്താലുള്ള ജീവിതം അബ്രഹാമിനെ പോലെ നയിക്കപ്പെടുവാൻ നമുക്ക് സഹായിക്കുന്നത് ഈ വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ്. ഈ വാഗ്ദത്ത ദേശത്തെ അനുഗ്രഹം അബ്രഹാമിനും തന്റെ സന്തതിക്കും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. സന്തതി ഇവിടെ ഈ 3-ാം അധ്യായത്തിൽ തന്നെ 16-ാമത്തെ വാക്യത്തിൽ അത് എടുത്തെഴുതിയിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചല്ലേ പറഞ്ഞത്? അത് ക്രിസ്തു തന്നെ. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ഗലാത്യർ 3:27 വായിക്കുമ്പോൾ നമുക്കവിടെ എടുത്ത് വായിക്കുമ്പോൾ ആ വാക്യം ഒന്നുകൂടെ വിശദമാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നോ യവനനെന്നോ എന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും അത്രേ. അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെയാണ് അവിടെ കാണിക്കുന്നത്. ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിന്റെ ആ സുവിശേഷത്തിലുള്ള ശക്തിയാലാണ് ജാതിയിൽ നിന്നും യഹൂദരിൽ നിന്നും അനേകർ അബ്രഹാമിന്റെ മക്കളായി, അതേ വിശ്വാസത്തിന് ഓഹരിക്കാരായി, അവന്റെ അനുഗ്രഹത്തിന് ഓഹരിക്കാരായി മാറ്റപ്പെടുന്നത്. അത് ദൈവമേ, എൻ്റെ നിങ്ങളുടെയും പ്രവൃത്തിയാലോ ഒന്നും സംഭവിച്ചതല്ല. യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ വചനം കേട്ട് വിശ്വസിച്ച അത് മുഖാന്തരം നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്, കൃപയാണ്. അത് ദൈവത്തിന് സ്തോത്രം. ഞാൻ അടുത്ത ഭാഗത്ത് കടന്നു വരട്ടെ. 3-ാമത്തെ കാര്യം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിലാണ് ആ കാര്യം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെ നീതിമാൻ ക്രിസ്തുവിലൂടെ നാം നീതീകരിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. 2, നമുക്ക് വിശ്വാസം ലഭിച്ചു. ക്രിസ്തു യേശുവിലൂടെയുള്ള വിശ്വാസം നമുക്ക് ലഭിച്ചു സുവിശേഷത്തിന്റെ ശക്തിയാൽ. 3-ാമത് നമുക്ക് ജീവനെ ലഭിച്ചു, നിത്യജീവനെ ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ജഡത്തെയല്ല, പഴയ സ്വഭാവത്തെയല്ല, ആത്മാവിനെ അഥവാ പുതിയ സ്വഭാവം, പുതിയ പ്രകൃതിയെ, പഴയ പ്രകൃതിയല്ല പുതിയ പ്രകൃതിയെ അനുസരിച്ച് നടക്കുവാൻ നമ്മെ ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ വിളിച്ചു വേർതിരിക്കുകയാണ്. 3 അവസ്ഥകളാണ് ഇവിടെ വായിക്കുന്നത്. 1 നീതീകരിക്കപ്പെട്ടു, 2 വിശുദ്ധീകരിക്കപ്പെടുന്നു, ഹല്ലേലൂയ, 3 നാം തേജസ്കരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന ഈ 3 കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ അതേ സന്തോഷത്തോടെ ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് യഹൂദനാകട്ടെ യവനനാകട്ടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയാകുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. യവനന്മാർ അതേ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം അതിലൊരു ദൈവശക്തിയുണ്ട്, അതിലൊരു ദൈവ പരിജ്ഞാനം അടങ്ങിയിട്ടുണ്ട്. അത് എന്നെയും നിങ്ങളെയും ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കുകയാണ്. അല്ലെങ്കിൽ അബ്രഹാമിനോട് കൂടെ അവകാശികളാക്കുകയാണ്. ക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. പിതാവായ ദൈവത്തിന് മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പ്രാപിക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ ചില നന്മകൾ മാത്രമല്ല, നിത്യജീവനെ പ്രാപിക്കും, നിത്യജീവനെ പ്രാപിക്കും, നിത്യജീവനെ ഞാനും നിങ്ങളും പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമല്ല. ഞാനും നശിച്ചു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.